ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഇഫ്താർ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇഷ്മോളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഓഫീസും വീടും നല്ല ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടാമെന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ ഞങ്ങൾ KSRTC ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യണത്. അപ്പോൾ എനിക്ക് 53 രൂപയുടെ ചാർജ് വരുന്നത്, ഇഷ്മോൾക്ക് 25. അപ്പോൾ ഇഷ്മോൾക്ക് ഇപ്പോൾ ഹാഫൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്മോൾ അവിടെ ഉറങ്ങിയായിരുന്നു, നല്ല ഉറക്കമാണ്. അതിനുശേഷം ഞങ്ങളവിടെ തിരൂർക്കാടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ അവിടെ എത്തി. ഏത് ഭാഗത്തു നിന്നാണോ ഹസ്ബൻഡ് വരുന്നത് അത് വീഡിയോ എടുക്കാനാണ് ഇങ്ങനെ നിന്നതാണ്. ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇഷ്മോൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ബസ്സിൽ പോന്നിട്ട്. അവൾക്ക് അങ്ങനെ ബസ്സിലൊന്നും പോരാൻ കഴിയില്ല കേട്ടോ. അവൾക്ക് ഓട്ടോ അതേപോലെ ബൈക്ക് അതൊക്കെയാണ് കേട്ടോ കഴിയുള്ളൂ. പിന്നെ KSRTC ബസ്സിൽ കുഴപ്പമില്ല കേട്ടോ, അതിൽ കുറേയൊക്കെ പോരും അവൾ. അങ്ങനെ ഹസ്ബൻഡ് വരുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയിലാണ് കേട്ടോ ഹസ്ബൻഡ് വരുന്നത്. അങ്ങനെ ഞങ്ങളടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഭാഗത്ത് കൂടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡ് കുറേ ബുദ്ധിമുട്ടിയപ്പോൾ ഒരാൾ എന്തെങ്കിലും പ്രയാസപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ്. പിന്നെ ഞങ്ങൾ ഇഫ്താർ പാർട്ടി നടക്കുന്ന ഹോട്ടലിലെത്തി കേട്ടോ. അത് പെരിന്തൽമണ്ണ ഫ്രൈ പാൻ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. അവരാണ് കേട്ടോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഓഫീസിലത്തെ ആരും വന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമിന് എത്തുകയും ചെയ്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. പക്ഷേ ഇഷ്മോൾ ഫസ്റ്റ് തന്നെ അവിടെ പാർക്ക് കണ്ടിക്കണം കേട്ടോ. അപ്പോൾ അവൾ ഇവിടെയുണ്ട് നമുക്ക് ഫുഡും കാര്യമൊക്കെ ഇന്നത്തെ പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്മോളോട് ഇഷ്മോൾ ജസ്റ്റ് അവിടേക്ക് ഒന്നിങ്ങനെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ. ഇത് ഇഷ്മോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ കണ്ടിക്കണം കേട്ടോ. അപ്പോൾ അവൾ അതിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. ഇത് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇഷ്മോൾ ഇങ്ങനെ അവിടെ കണ്ടിരുന്നു. അപ്പോൾ കാരണം പാർക്കൊക്കെ കയറിയിട്ടില്ല, റിട്ടേൺ വരുമ്പോൾ കയറാറുണ്ട്. ഇത് പിന്നെ ഞങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ആവശ്യമുള്ളത് പിന്നെ ആരും എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടേക്ക് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. അപ്പോൾ ഇഷ്മോൾക്ക് നടക്കാൻ വയ്യാനാണ് ഹസ്ബൻഡ് എടുത്തതായിരുന്നു കേട്ടോ നേരത്തെ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെയൊന്നും കടയൊന്നും കണ്ടില്ല വലിയ. പിന്നെ പെരിന്തൽമണ്ണയിൽ മെയിനായിട്ടുള്ളത് ഫുഡിൻ്റെ ഏരിയയാണ് കേട്ടോ. ഓരോ ഭാഗത്തും റെസ്റ്റോറൻ്റാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചാർജ് വരുന്നത് 100 രൂപയാണ്. പിന്നെ നമുക്ക് ഇവർ കൂടെ നിൽക്കണമെങ്കിൽ 20 രൂപ കൊടുത്തിട്ട് നമുക്കിവിടെ കയറാം കേട്ടോ. അടിപൊളി സെറ്റപ്പാക്കി വെച്ചതാണ് കേട്ടോ ഇവിടെ. നല്ല നീറ്റ്നെസ് തോന്നിയിട്ട് എനിക്ക്. അങ്ങനെ നമുക്ക് ഇഫ്താർ പാർട്ടിക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പിന്നെ ഞങ്ങൾ എടുക്കുന്നു ഇവിടെ വന്ന് നോക്കിയിട്ടോ എന്നൊക്കെ ഒന്ന് അറിയാനും വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവിടെ എല്ലാവരും വന്നിരുന്നു കേട്ടോ. ഞങ്ങളാട്ടോ ലാസ്റ്റ് പിന്നെ എത്തിയത്. കാരണം ഇഷ്മോൾ എങ്ങനായാലും പോരൂല. ഇത് എല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് കാണുമായിരുന്നു കേട്ടോ. കാരണം അവരെ ഓഫീസിലത്തെ ബോസിൻ്റെ ഫാമിലിയും പിന്നെ ഫ്രണ്ട്സാൾ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബൊഫേ പാർട്ടി ആയിരുന്നു കേട്ടോ. നല്ല ഗ്രാൻഡ് പാർട്ടി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ ഫുൾ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ അതൊന്നും എടുത്തിട്ടില്ല. കാരണം എന്തോ ഒരു ചമ്മൽ. കാരണം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവരൊക്കെ കാണാറ്. ഇത് പിന്നെ ഇഷ്മോൾക്ക് ഇവരെ ബോസ് വാങ്ങിക്കൊടുത്തൊരു സീറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ എല്ലാവരും നിന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ അതിൽ ഞങ്ങളൊക്കെ കണ്ടിട്ട് എന്തോ എൻ്റെ അടുത്തുനിന്ന് ഫോട്ടോയുടെ ഫുൾ ഭാഗം മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ നേരത്തെ ബോസ് വാങ്ങി തന്ന സീറ്റ് ഐറ്റം. ഇതിന് പേര് ബംബൂസ് അങ്ങനെ എന്തോ ഒരു പേരാന്ന് തോന്നുന്നുണ്ട്. സേമിയയും ന്യൂട്രലിയും ഒക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഉണ്ടല്ലോ ഇഷ്മോൾ അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാനത് എനിക്കാണെങ്കിലോ വണ്ടിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്ന ടൈമിൽ അവർ അങ്ങനെ വർത്തമാനമെല്ലാം പറഞ്ഞെന്ന് അവരെ ഹസ്ബൻഡ് ബോസിനോടൊക്കെ പോവാന്ന് പറഞ്ഞ നേരത്തെ അവിടെ നിന്ന് ഇഷ്മോൾക്കൊരു സീറ്റ് ഞാൻ ചെറിയൊരു സീറ്റ് വാങ്ങിക്കട്ടെ പറഞ്ഞു. അപ്പോൾ കുറേ പറഞ്ഞു കേട്ടോ വേണ്ട, കാരണം അങ്ങനെ മധുരം അവൾ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ അവരൊരു സന്തോഷത്തിന് അങ്ങനെ അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ
എൻജോയ് ചെയ്തിട്ടോ. ഇത് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നെന്നും ഇഷ്മോൾക്ക് എന്താണ് സ്കോളർഷിപ്പിൻ്റെ കാര്യം ഇതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9:51 എവിടെ ഇല്ല കേട്ടോ. ഇത് എന്താണ് ഇവരെന്തോ തറാവീഹ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുറന്നതാണ്. അപ്പോൾ ഭാഗ്യത്തിൽ കിട്ടിയതാണ് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ എന്താണ് വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ.